2 തക്കാളി എടുത്ത് വെള്ളത്തിൽ വേവിക്കാൻ വെക്കുക. എന്നിട്ട് 2 കപ്പ് ആട്ടമാവ് എടുത്ത് അതിലാവശ്യത്തിന് ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായി മിക്സാക്കി നെയ്യ് ഉപ്പ് എല്ലായിടത്തും മിക്സാകണം. എന്നിട്ട് വേവിക്കാൻ വെച്ച തക്കാളിയില്ലേ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. അത് മാവിലൊഴിച്ചിട്ട് എല്ലാം മിക്സാക്കിയിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കണം കേട്ടോ. നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ലോണം സോഫ്റ്റായി കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മാവ് അരമണിക്കൂർ കഴിഞ്ഞെടുത്ത് ചപ്പാത്തിക്ക് ഓരോ ഉരുളയായിട്ട് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പലകയിൽ വെച്ച് ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ട് അതിന് നെയ്യ് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുക. തേച്ചിട്ട് അത് മടക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടെല്ലാം പരത്തിയെടുത്തതിന് ശേഷം എല്ലാം ഒരു പാത്രത്തിലേക്ക് വെക്കുക. ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു മിക്സിൻ്റെ ജാറെടുത്ത് പിന്നെ 2 മുട്ട ഒഴിച്ചിട്ട് 1 കഷ്ണം തക്കാളി, 2 കഷ്ണം തക്കാളി ഇട്ട് 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അത് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ഈ പരത്തിയ ഓരോ ചപ്പാത്തിയില്ലേ, അത് ഓരോന്ന് മുട്ടൻ്റെ മാവിലും മുക്കിയെടുത്തിട്ട് അത് പാനിലിട്ട് ചുട്ടെടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നല്ല ഉള്ളൊക്കെ വേവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് നല്ല ഉള്ളു വേവുന്നവരെ തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുത്തിട്ട് ഇത് നല്ല സോഫ്റ്റായിരിക്കും. ഈ ചപ്പാത്തി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ സോഫ്റ്റാവും, കാണാനും ഒരു ഭംഗിയുണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ.